കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് ജിമ്മിയെയും ഭർത്തൃപിതാവ് ജോസഫിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജിസ്മോളുടെയും ജിമ്മിയുടെയും ജോസഫിന്റെയും ഫോൺ പരിശോധന കേസിൽ നിർണായകമായി എന്നാണ് വിവരങ്ങൾ. ജി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, ഈ ജിസ്മോളുടെ കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വളരെ ക്രൂരമായ പീഡനങ്ങൾക്കൊക്കെ ഇരയായിട്ടുണ്ട്, അതിന്റെ തെളിവുകൾ സഹിതം അവരുടെ കയ്യിലടക്കമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ ശബ്ദ സന്ദേശങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ? ജിസ്മോളെ പോലെ വളരെ പൊതു പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് നയിച്ചത് എന്താണെന്നാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ള നിഗമനം? തീർച്ചയായും തുടർച്ചയായ അധിക്ഷേപങ്ങൾ തന്നെ ജിസ്മോൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ എന്നുള്ളതാണ്. മാത്രവുമല്ല, ഓഹരി ചോദിച്ചുകൊണ്ട്, വീടിന്റെ ഷെയർ ചോദിച്ചുകൊണ്ടൊക്കെയുള്ള സാമ്പത്തികമായി ഒരു സ്ത്രീധന പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന തരത്തിലുള്ള പീഡനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 3 പേരുടെയും ഫോൺ പരിശോധനയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. കാരണം ഈ കേസിൽ മറ്റെന്തെങ്കിലും ഒരു ആത്മഹത്യാക്കുറിപ്പോ അങ്ങനെയൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധന അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് കേസ് അന്വേഷണം ഇത്രയും ദിവസം, ഏതാണ്ട് ഈ സംഭവമുണ്ടായി 15 ദിവസം പിന്നിട്ടു. അതിനുശേഷമാണ് ഇങ്ങനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ഈ 3 പേരുടെയും ഫോൺ സംഭാഷണത്തിലാണ് പലതും നിർണായകമായത്. പ്രത്യേകിച്ച് ഈ പിതാവ് ജോസഫിനെതിരെ കാര്യമായ ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ജോസഫിന്റെ ഫോണിൽ നിന്നടക്കം പല ശബ്ദ സന്ദേശങ്ങളും കണ്ടെടുത്തത് ജോസഫിനെ കൂടി പ്രതി ചേർക്കാൻ കാരണമായിട്ടുണ്ട്. ഈ ജിമ്മിയുടെ മൂത്ത സഹോദരി, ഒപ്പം തന്നെ അമ്മ, ഇവർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കെതിരെ ഒരു എവിഡൻസിലേക്ക്, ഒരു തെളിവ് കണ്ടെത്തുന്ന നിലയിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അവർക്കെതിരെയായിരുന്നു ഏറ്റവും ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നത്. എന്തായാലും മിനിയാന്നാണ് മുഖ്യമന്ത്രിക്ക് ഈ കുടുംബം പരാതി നൽകുകയൊക്കെ ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ വളരെ വേഗത്തിൽ, കുറച്ചുകൂടി വേഗത്തിൽ ഒരു അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. ഇന്നെന്തായാലും കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്, കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനാണ് സാധ്യത. എന്തായാലും നിലവിൽ ഈ കേസ് അന്വേഷണവുമായി വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.